ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോ, അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവന് യോണ കൊണ്ടുവന്ന മെഡിസിൻ കുടിപ്പിക്കുകയാണ്. അത് കുടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അവനാകെ ചുമക്കാനൊക്കെ തുടങ്ങി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന്. നീ ഭയങ്കര വാശിക്കാരനാണല്ലേ. ഇനി നീ ആ ഫോർമുല മനസ്സിലാക്കിയാലും ഞങ്ങൾക്ക് ടോളറൻസ് എന്താ ഇത്? നീ നീ ഈ മെഡിസിനിൽ എന്താ ചേർത്തിട്ടുള്ളത്? നോക്കുമ്പോൾ ഈ മെഡിസിനാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ടാർഗറ്റ് ചെയ്യണമെന്നാണ്. യൂഷ്വലി ഇത് മെഡിക്കൽ പർപ്പസിനാണ് യൂസ് ചെയ്യുക, പക്ഷേ മിലിറ്ററിയിലും യൂസ് ചെയ്യും. ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത്. യോണാണെങ്കിൽ നാനോൻ്റെ ഹെൽപ്പോടു കൂടി ഈ മെഡിസിൻ്റെ എഫക്റ്റ് കണ്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. ടോളറൻസിനെ കുറിച്ച് എന്താണ്? നോ വേ, ഇത് ഭയങ്കര ഡേഞ്ചറാണ്. എൻ്റെ ബോഡി ആണെങ്കിൽ ഭയങ്കര റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമല്ല, എനിക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. നോക്കുമ്പോൾ പെട്ടെന്ന് യോണൊന്ന് ക്ലാപ്പ് ചെയ്തു. നീ എന്താ വിചാരിച്ച് എനിക്കത് ചെയ്യാൻ കഴിയില്ലെന്നോ? അവനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ കിളി പോയി നിൽക്കുകയാണ്. യോണാണെങ്കിൽ പിന്നെയും ക്ലാപ്പ് ചെയ്തു. അവന് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. ഞാൻ ഓരോ തവണ എൻ്റെ ഫിംഗർ സ്നാപ്പ് ചെയ്യുമ്പോൾ നീ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ആദ്യം, എന്താണ് നിൻ്റെ പേര്? ഞാൻ സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ ആർട്സ് സെക്ടത്തെ 6 സെക്ടത്തെ ഒരു ലീഡറാണ്. മാസ്റ്റർ ഓഫ് ബ്ലേഡ് സ്വോർഡ് ലീബേക്ക്. എന്തിനാണ് നിങ്ങൾ ഡിവൈൻ ഫിസിയനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയത്? അവളുടെ അടുത്താണ് ഗ്രേറ്റ് വൺ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഐറ്റം ഉള്ളത്. ഗ്രേറ്റ് വണ്ണോ? ഈ ഒരു അവസ്ഥയിലും ഗ്രേറ്റ് വൺ എന്ന് വിളിക്കണമെങ്കിൽ അവനെന്തായാലും ഭയങ്കര പവറുള്ളൊരുത്തനായിരിക്കണം. ലീബേക്കിൻ്റെ കയ്യിൽ നിന്ന് യോണിന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. ഡിവൈൻ ഫിസിഷ്യൻ പൊസസ് ചെയ്ത ഐറ്റം ഒരു സുപ്രീം മാർഷൽ ഫിസിക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യണ ഒരു അനാട്ടമി ടെക്സ്റ്റാണ്. സുപ്രീം സേബർ ഡിവൈൻ മാർഷൽ ആർട്സ് മാസ്റ്റർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ബോഡിനെയാണ് സുപ്രീം മാർഷൽ ഫിസിക് എന്ന് വിളിക്കുക. യോണിന് മനസ്സിലായി, അവനിപ്പോൾ ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീക്കിനെയാണ് സുപ്രീം സേബർ ഡിവൈൻ മാർഷൽ ആർട്സ് എന്ന് വിളിക്കുന്നതെന്ന്. സുപ്രീം സേബർ ഡിവൈൻ മാർഷൽ ആർട്സ് ഒരു സാധാരണ മെത്തേഡ് കൊണ്ട് മാസ്റ്റർ ചെയ്യാൻ കഴിയണ ഒന്നല്ല. നിൻ്റെ ബോഡിക്ക് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയും മേലെ പോണതിന്. സ്ട്രെയിഞ്ച്, ഇതെന്തിനാ നിനക്ക്? അതുമല്ല, ഇത് ഡിവൈൻ ഫിസിയൻ്റെ കയ്യിലാണുള്ളത് നിനക്ക് എങ്ങനെ അറിയുന്നത്? ഓർത്തഡോക്സ് സെക്ട് മുരിം അലയൻസത്തെ സീക്രട്ട് ഓർഗനൈസേഷനായ ബ്ലൂ ഹെവൻ സൊസൈറ്റിയുടെ സ്പൈ വഴിയാണ് ഞങ്ങളിത് കണ്ടുപിടിച്ചത്. ഒരു മാർഷൽ ആർട്ടിസ്റ്റിന് അവൻ്റെ തന്നെ ലിമിറ്റിനെ എങ്ങനെയാണ് സർപ്പാസ് ചെയ്യാന്ന് കണ്ടുപിടിക്കാനാണ് അവർ ഡിവൈൻ ഫിസിയനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതാണ് സുപ്രീം മാർഷൽ ഫിസിക് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഓ, അതുകൊണ്ടാണല്ലേ നിങ്ങളൊക്കെ ഡിവൈൻ ഫിസിയൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കിനി സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ ആർട്സ് സെക്ടിനെ പറ്റി സംസാരിച്ചാലോ? അതേസമയം വേറൊരു സ്ഥലമാണ് നമ്മളെ കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ഡോറ് തുറന്ന് ഒരു റൂമിലേക്ക് കയറുകയാണ് ആരോ. അയാളാണെങ്കിൽ മെല്ലെ ഇങ്ങനെ നടന്നു വന്ന്, ഞാൻ നിന്നെ അയച്ചത് ആ ഐറ്റം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നീയാണെങ്കിൽ ഇപ്പോൾ ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതും പറഞ്ഞ് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഇൻസെക്റ്റിനെ എടുത്തു. എന്നിട്ടാണെങ്കിൽ അതിനെ കയ്യിൽ വെച്ചിട്ട് എന്നോട് കൊന്നു കളഞ്ഞു. എനിക്കറിയില്ല അതാരാണെന്ന്, പക്ഷേ നീ അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് തെറ്റിപ്പോയി. നീ നേരത്തെ മെൻഷൻ ചെയ്ത ആ ഗ്രേറ്റ് വൺ, അത് സുപ്രീം സേബർ ഗോഡാണോ? അതെ. നിങ്ങൾ 6 സെക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? സ്ട്രേഞ്ച്, അവൻ്റെ കണ്ടീഷൻ പെട്ടെന്ന് തന്നെ മോശമായി മാറുകയാണല്ലോ. ഇത് അവൻ്റെ സ്ട്രോങ് മെൻറ്റാലിറ്റിയും ഇന്നർ എനർജിയുടെ കുറവ് കാരണം കൊണ്ടാണെന്ന് ചിന്തിക്കുന്നത് ഭയങ്കര സ്ട്രേഞ്ചാണ്. ഇനി അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്ക് എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാൻ പോണില്ല എന്ന്. ഞാൻ പറയാൻ പാടില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മൊമെൻറ്റിൽ തന്നെ അത് സിഗ്നൽ അയക്കും. നോക്കുമ്പോൾ പെട്ടെന്ന് യോണ് അവൻ്റെ കൈയെടുത്തിട്ട് ലീബേക്കിൻ്റെ തലയിൽ വെച്ചു. ഇതെന്താ അവൻ്റെ കയ്യിൽ നിന്ന് ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്? നാനോ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി യൂസ് ചെയ്ത് ഈ സ്വെല്ലഡ് ഏരിയ സ്കാൻ ചെയ്ത് എന്നെ കാണിക്ക്. നാനോ സ്കാൻ ചെയ്യാൻ തുടങ്ങി. നാനോ സ്കാൻ ചെയ്ത് ആ ബ്രെയിൻ സ്വെല്ല് ചെയ്യാൻ കാരണം ഒരു ഇൻസെക്റ്റ് ഉള്ളിലുള്ളതുകൊണ്ടാണെന്ന് മനസ്സിലായി. നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ലടാ. പെട്ടെന്ന് യോണ് അവൻ്റെ തലയിലുണ്ട് ഷോക്ക് അടിപ്പിക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ ആകെ കരിഞ്ഞ് പണ്ടാറടങ്ങിപ്പോയി. ഇൻസെക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഇലക്ട്രിക് ഷോക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രെയിനിൽ നിന്ന് പുറത്തെടുക്കണം. ഹാം ചെയ്യാതെ ബ്രെയിനിൽ നിന്ന് പുറത്തെടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാനോ? ഓക്കെ. പിന്നെ നമ്മളെ കാണിക്കുന്നത് പുറത്ത് ഡിവൈൻ ഫിസിയനെയാണ്. എന്താ, നിങ്ങൾക്ക് ഇപ്പോഴും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? ഇല്ല, ആ റൂമിലൊന്നുമില്ല. അത്
നിങ്ങൾ ആരെങ്കിലും ഒരു യുണീക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബുക്ക് എവിടെയെങ്കിലും നിലത്ത് കണ്ടിട്ടുണ്ടോ? ആ, ഇനി ഞാൻ എന്താ ചെയ്യുക? നോക്കുമ്പോൾ പെട്ടെന്നാണ് അവിടേക്ക് ആരോ നടന്നു വരുന്നത്. എൽഡർ യാങ് ആണെങ്കിൽ ഏതോ എനിമിയാണെന്ന് വിചാരിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുക. ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ മര്യാദക്ക് നീ അവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. പക്ഷേ അതാണെങ്കിൽ എൽഡർ യോണായിരുന്നു. നിങ്ങളുടെ ക്ലോത്തിൽ ഫുള്ള് ബ്ലഡാണല്ലോ. ഇത് വുഡാങ് ബ്ലേഡ് അല്ലേ? എങ്ങനെ? എനിക്കത് വിശ്വസിക്കാനേ കഴിയണില്ല. അവൾ ശരിക്കും അമേസിംഗ് ആണ്. ഹൈഡ്രയത്തെ ഒരാളെയാണ് ഡിഫീറ്റ് ചെയ്ത് കളഞ്ഞത്. അവൻ്റെ ലിംസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞോ? ഇവരൊക്കെ ശരിക്കും ക്രൂവലാണ്. ഇവരെന്തായാലും ഓർത്തഡോക്സ് സെക്റ്റിലുള്ള ആൾക്കാരല്ല. എൽഡർ യോൺ, നിങ്ങൾ വുഡാങ് ബ്ലൈഡിനെ തന്നെ ഡിഫീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. നിങ്ങൾ ശരിക്കും അമേസിങ്. പെട്ടെന്ന് നോക്കുമ്പോൾ അപ്പുറത്തുനിന്നൊരു ഭയങ്കര എക്സ്പ്ലോഷൻ ആയിട്ട് വന്നു. ഒരു എക്സ്പ്ലോഷനോ? അത് ആ സ്ഥലം. എല്ലാവരും യോണിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് പേടിച്ച് അങ്ങോട്ട് ഓടാൻ തുടങ്ങി. പിന്നെ നമ്മളെ കാണിക്കുന്നത് അവിടെ എന്താ ഉണ്ടായതെന്നാണ്. ഇൻസെക്റ്റിനെ പുറത്തെടുക്കാൻ റെഡിയായി നിൽക്കുകയാണ് യോണും നാനോയും. ഇൻസെക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നത് യൂസറിൻ്റെ എനർജി ഏരിയയിലാണ്. യോണ് അവൻ്റെ പവർ മുഴുവൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ലീബേക്കിൻ്റെ കണ്ണണ്ട് പുറത്തേക്കെടുത്തു. പിന്നെ നോക്കുമ്പോൾ അതുവഴി ആ ഇൻസെക്റ്റിനെ അങ്ങനെ പുറത്തേക്ക് കളഞ്ഞു. അപ്പോഴാണ് അത് പുറത്തേക്ക് എത്തിയപ്പോഴാണ് ആ ഒരു എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടായത്. അതിനെ പുറത്തേക്ക് എടുത്തിട്ടില്ലെങ്കിൽ അത് അവനായിരിക്കും ആ എക്സ്പ്ലോഷൻ ഉണ്ടാവുക. ഇങ്ങനത്തെ ഒരു കൺട്രോളിനെ ഇല്ലാതാക്കുന്നത് പോസിബിളാണോ? ശരിക്കും ഇവൻ ആരാണ്? ഞാൻ അവൻ്റെ ബ്രെയിനത്തെ ഇഞ്ചുറിയൊക്കെ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവനെന്തായാലും കൂടുതൽ നേരം ജീവനോടെ ഉണ്ടാവില്ല. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ അത് പെട്ടെന്ന് തീർക്കണം. ഇതെന്തായാലും ഭയങ്കരമായിട്ട് വേദനിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തീർക്കാം. അപ്പോഴത്തേനാണ് എൽഡർ യാങ്ങും ബാക്കിയുള്ളവരും കൂടെ അവിടേക്ക് ഡോറ് തുറന്ന് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവർ കാണുന്നത് യോണിനെയും ലീബേക്കും അങ്ങനെ നിൽക്കുന്നതാണ്. ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓക്കെ അല്ലേ? ഞാൻ അവരുടെ ലൊക്കേഷൻ കണ്ടെത്തി. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ ആർട്സ് സെക്ടുകാരുടെ ലൊക്കേഷനാണോ? അത് എവിടെയാണ് മൈലോഡ്? ഷെജിയാങ്ങിലുള്ള ഹാങ്സോ മൗണ്ടെയിനിലാണത്. നിങ്ങൾ ഓക്കെ അല്ലേ? ഞങ്ങൾ അവൻ്റെ ഇഞ്ചുറിയിൽ പ്രഷർ കൊടുത്തുകയായിരുന്നു. ഇല്ല, ഇത് ഓക്കെ ആവാൻ ഒരു സാധ്യതയില്ല. ഏറിപ്പോയ അവന് 1 മണിക്കൂർ നേരം പിടിച്ചു നിൽക്കാൻ കഴിയും. കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു മൈലോഡ്? അവനെ കൂടുതൽ നേരമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുഴപ്പമില്ല. എനിക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ട നേരെ എനിക്ക് ആവശ്യമുള്ളൂ. പെട്ടെന്ന് ഡിവൈൻ ഫിസ്റ്റാനെ യോണിൻ്റെ മുന്നിൽ മുട്ടുകുത്തി. മൈലോഡ്, എനിക്ക് നിങ്ങളോടൊരു ഫേവർ ചോദിക്കാനുണ്ട്. നിങ്ങൾ അവൻ്റെ മേത്ത് ആ മെഡിസിൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്കും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കണം. ഇത് കേട്ടപ്പോൾ ഇനി ഇവർക്കെന്താ ചോദിക്കാനുള്ള രീതിക്ക് യോണൊന്ന് ഞെട്ടി. ബോഡി ലിമിറ്റ്സിനെ പുഷ് ചെയ്യണ ഒരു റിസർച്ച് നടത്താനാണ് ഓർത്തഡോക്സ് സെക്റ്റത്തെ ബ്ലൂ ഹെവൻ സൊസൈറ്റി എന്നോട് പറഞ്ഞത്. അവരെന്നോട് പറഞ്ഞത് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു. എനിക്കാണെങ്കിൽ ഈ മാർഷൽ ആർട്സിലൊന്നും ഇൻവോൾവ് ആവാൻ ഒരാഗ്രഹവും ഇല്ല. പക്ഷേ എനിക്ക് ആകെയുള്ളൊരു ഗ്രാൻഡ് ഡോട്ടറിനെ 1 വർഷത്തിന് മുമ്പ് അൺഓർത്തഡോക്സ് സെക്റ്റുകാർ വന്ന് കിഡ്നാപ്പ് ചെയ്തു. അതിന് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ ഹെവൻ സൊസൈറ്റിയുടെ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തതാണ്. ഈ വാറിൽ വിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ഡോട്ടറിനെ തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അവരെന്നോട് പറഞ്ഞത്. അത് ജയിക്കണമെങ്കിൽ ഇപ്പോൾ അവരുടെ അടുത്തുള്ള ഫോഴ്സൊന്നും പോരാന്നാണ് പറഞ്ഞത്. പക്ഷേ സമയം കഴിയുന്തോറും ഇത് സ്ട്രേഞ്ചാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബ്ലൂ ഹെവൻ സൊസൈറ്റി ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണെങ്കിൽ ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് പോലും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. വൈസ് വൺ, അവൻ ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അൺഓർത്തഡോക്സ് സെക്റ്റോ ഡിമോണിക് കൾട്ടിൻ്റെ പാർട്ടാണോ എന്ന് പോലും നോക്കാതെ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരും. സോ പ്ലീസ്, ഞാൻ അപേക്ഷിക്കുകയാണ്. അവർ ഇതിന് നമ്മളോട് ഇൻഡെബിറ്റ് ആവുകയാണെങ്കിൽ എനിക്കവരെ നിർബന്ധിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു കാര്യമാണ്. ഓക്കെ, ആദ്യം ചോദിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു അവസരം തരാം. താങ്ക് യു സോ മച്ച് ലോഡ്. അതിനു മുമ്പ് മെഡിസിൻ നല്ല രീതിക്ക് വർക്ക് ചെയ്യണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവൻ്റെ കീ സെൻറ്റർ ഡിസ്ട്രോയ് ചെയ്യണം. സോ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇവനെന്തായാലും ശരിക്കും സ്കെയറിങ് കോൾഡും ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്തായാലും കെയർഫുള്ളായിട്ടിരിക്കണം ഇവരുടെ അടുത്ത്. യോണ് ആ വൈസ് വണ്ണയാണെങ്കിൽ മെഡിസിനൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക. എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ കാമിയാങ് എവിടെയാണ് ഉള്ളതെന്ന് നിനക്ക് ശരിക്കും അറിയില്ലേ? നിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഡ്രാഗൺ ടൈഗർ ക്ലോയിലുള്ള 18 വാട്ടർ വേസിൽ ഒന്നിലുണ്ട്. എന്ത്? ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അവളെ കണ്ടെത്താൻ നല്ല രീതിക്ക് തന്നെ ശ്രമിക്കുന്നുണ്ടെന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്ന? എന്ത്? പക്ഷേ ഇത്രയും കാലമായിട്ട് നിനക്കത് അറിയായിരുന്നു അല്ലേ?
അതറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? നീ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യണവരെ നിന്നോട് ഇതാരും പറയരുതെന്ന് ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. വൺസ് നീ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവളെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു ഞങ്ങൾ നിന്നത്. യു ഈവിൽ സ്നേക്ക്, നീയൊക്കെ നിന്നെ തന്നെ വിളിക്കുന്നത് ഓർത്തഡോക്സ് സെക്റ്റ് എന്നല്ലേ? പക്ഷേ അൺഓർത്തഡോക്സ് സെക്റ്റുകാർ ചെയ്യണതിനേക്കാളും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് നീയൊക്കെ ചെയ്യുന്നത്. നീയൊന്നും മിണ്ടാതിരിക്ക്, അവരല്ലെങ്കിലേ ഷോക്കായി നിൽക്കുക. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന ഡിവൈൻ ഫിഷ്യനാണെങ്കിൽ അപ്പം തന്നെ ആ വൈസ്വണ്ടെ കഴുത്തിലണ്ട് കയറി പിടിച്ചു. നീയൊക്കെ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണോടാ, നീ ചാവ്. ആ വൈസ്വണ്ണയാണെങ്കിൽ അങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ് ഡിവൈൻ ഫിഷ്യന്. ഡിവൈൻ ഫിഷ്യൻ, മതി, നിർത്തൂ. അവൾക്കാണ് ഇത് എപ്പോഴാണ് നിർത്തേണ്ടതെന്നും അറിയില്ല. യോണാണെങ്കിൽ അവൻ്റെ ആ ടെലികൈനസിസ് പവർ ഉപയോഗിച്ചിട്ട് ഡിവൈൻ ഫിഷ്യനെ അവിടുന്ന് ബേക്ക് കണ്ട് തെറിപ്പിച്ചു. നേരെ വന്ന് എൽഡർ യാങ്ങിൻ്റെ കൈക്കാണ് വീണത്. എന്നെ വിട്, ആ ബാസ്റ്റേഡാണ് എൻ്റെ ഗ്രാൻഡ് ഡോട്ടറിനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സംഗ്വ, നീ അവളെ ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോകും. യെസ് സാർ. എന്തായാലും നമുക്ക് നോക്കാം, എന്താണ് ഈ ബ്ലൂ ഹെവൻ സൊസൈറ്റിയുടെ ഗോള്? ബ്ലൂ ഹെവൻ സൊസൈറ്റിക്ക് ആവശ്യം വേൾഡ് ടാർഗറ്റിൻ്റെ ഹേർട്ട് ആക്ടിവിറ്റി വീക്കറായിക്കൊണ്ടിരിക്കുകയാണ്. പോസിബിലിറ്റി ഓഫ് ഡെത്ത് 98% ആണ്. ഞാനോ ഹേർട്ടും ബ്രെയിനും ഇലക്ട്രിസിറ്റി വെച്ചൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യേ. ഓക്കെ. റിയാക്ഷനൊന്നുമില്ല. ടാർഗറ്റ് മരിച്ചു കഴിഞ്ഞു. നാശം. എനിക്കാണെങ്കിൽ ആ ബ്ലൂ ഹെവൻ സൊസൈറ്റിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുകയെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ചേനെ. ഇനി എന്തായാലും ഇതിനെനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡിവൈൻ ഫിഷ്യന് ബ്ലൂ ഹെവൻ സൊസൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നാണ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഡിവൈൻ ഫിഷ്യൻ എങ്ങനെ ഒരു മാർഷൽ ആർട്ടിസ്റ്റിൻ്റെ കഴുത്ത് ഞെരിക്കുന്നത്? ഇതിലെന്തോ എനിക്ക് സ്ട്രേഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓർത്തഡോക്സ് സെക്റ്റത്തെ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു ഫിസിഷ്യൻ ആണെങ്കിലും എല്ലാവരും ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. മെയിൻ കൾട്ടുമായിട്ട് ഡിഫറൻസ് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ച്, പക്ഷേ ഇപ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. മൈ ലോഡ്, ഇത് നോക്കുമ്പോൾ ഒരു കത്തിക്കരിഞ്ഞ ബുക്ക് ഇങ്ങനെ യോണിന് കൊടുത്തു. എനിക്കിത് നിങ്ങളോട് മുമ്പ് പറയാനൊരു ചാൻസ് കിട്ടിയില്ല. വൈസ് വണ്ണിനെ ഞാൻ പിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇത് കത്തിക്കാൻ നോക്കുമായിരുന്നു. ഇതാണോ ഇനി ഡിവൈൻ ഫിസിഷ്യൻ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്? ഇതും ഒരു യുണീക്ക് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നോർമൽ പേപ്പറിനെക്കാട്ടിലും തിക്കറും സ്മൂത്തറും ആണല്ലോ. എന്താ ഇത്? ഞാനോ ഇതെന്താണെന്ന് പറയാൻ കഴിയുമോ നിനക്ക്? ഞാനോ അനലൈസ് ചെയ്യാൻ തുടങ്ങി. പ്രോഗ്രാം ഈസ് ലോക്ക്ഡ്, കനോട്ട് അനലൈസ് ദ മെറ്റീരിയൽ. ഇത് കേട്ടപ്പോൾ യോണൊന്ന് ഞെട്ടി. ആ ഇൻഫർമേഷൻ ലോക്കാണെന്ന് ഞാനോ എന്നോട് പറഞ്ഞത് മുതൽ ഞാനോ അറ്റ്ലീസ്റ്റ് ഈ ക്യാരക്ടേഴ്സ് എന്താണെന്നെങ്കിലും നിനക്ക് പറയാൻ കഴിയുമോ? ഈ എഴുത്ത് കണ്ടിട്ട് അത് ഹഞ്ചാണെന്ന് തോന്നുന്നു, പക്ഷേ എനിക്കത് അറിയില്ല. ഇതൊരു സിംപ്ലിഫൈഡ് ക്യാരക്ടേഴ്സാണ്. സിംപ്ലിഫൈഡോ? റൈറ്റിംഗ് ഒക്കെ ഈസി ആക്കണ ഒരു ഹഞ്ച ഫോമാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയില്ല, കാരണം ഇതൊരു ലോക്കഡ് പ്രോഗ്രാമാണ്. ശരി, അങ്ങനെയെങ്കിൽ ഈ ഒരു 3 ലൈൻസെങ്കിലും നിനക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഞാനതിപ്പോൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. അവൻ്റെ പിന്നാലെ പോയത് ഒരു മിസ്റ്റേക്കാണ്. അവൻ ഡിമോണിക്കൾട്ടിൻ്റെ ഫോർഫാദറായതിനെ വണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാഗ്രഹം കാരണം ഞാൻ എല്ലാം നശിപ്പിച്ചു. ഒറിജിനൽ പ്ലാനായിരുന്നു ഞാൻ ഫോളോ ചെയ്യേണ്ടിയിരുന്നത്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാൻ കേട്ടിട്ടുണ്ട് ഡിവൈൻ ഫിസിഷ്യൻ നോക്കിയും കൊണ്ട് നിൽക്കുന്ന ആ ടെക്സ്റ്റ് സുപ്രീം മാർഷൽ ഫിസിക്കിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. പക്ഷേ ഈ വരികളൊക്കെ ഒരു ജേണൽ പോലെ ഉണ്ടല്ലോ. ഫോർഫാദർ ഓഫ് ദി ഡിമോണിക്കൾട്ട്. അവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടിങ് ഹെവൻലി ഡീമനെ കുറിച്ചാണോ? ഈ വ്യക്തി ഫൗണ്ടിങ് ഹെവൻലി ഡീമനെ കൊല്ലാൻ ശ്രമിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ക്ലിഫിൻ്റെ താഴെയുള്ള സ്വാഡ് സ്ലാഷുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സുപ്രീം മാർഷൽ ഫിസിക്കിൻ്റെ ക്രിയേറ്ററും ഇത് എഴുതിയ ആളുമാണോ ഇനി സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ ആർട്ട് സെക്റ്റിൻ്റെ ഫൗണ്ടർ? ഡിവൈൻ ഫിസിഷ്യന് ഇതിൽ കോയിൻസിഡൻ്റലി വന്നതാണെങ്കിൽ ഇപ്പം എന്തായാലും ഇത് സെൻസബിളാണ്. ഈ ബേക്ക് ഭാഗം കത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നു. നമുക്കെന്തായാലും ഇതുകൊണ്ട് ഒരു യൂസും ഇല്ല. ഇത് ഡിവൈൻ ഫിസിഷ്യനെ തന്നെ റിട്ടേൺ ചെയ്തേക്ക്. എന്തായാലും ഇവിടുന്ന് പോകാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുത്തോളൂ. പിന്നെ നമ്മളെ കാണിക്കുന്നത് യോണും അവൻ്റെ ഫോളോവേഴ്സും ഡിവൈൻ ഫിസിഷ്യൻ്റെ മാനറിൽ നിന്ന് പോകാൻ നിൽക്കുന്നതാണ്. മൈലോഡ്, എൻ്റെ ഈ ഫൂളിഷ് ബിഹേവിയർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനൊരു പ്രോബ്ലം വരുത്തി വെച്ചു. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളെന്തായാലും വറി ചെയ്യണ്ട. എനിക്ക് നിങ്ങളോട് ഒരു ഫേവർ കൂടി ചോദിക്കാനുണ്ട്. യെല്ലോ റിവറിലുള്ള ആൾക്കാരുടെ കയ്യിലാണ് എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഇപ്പോൾ ഉള്ളത്. ഓൾറെഡി 1 വർഷമായെന്ന് അവൻ പറഞ്ഞു. ഒരു ഗ്രാൻഡ് മദർ എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഇത് ഇഗ്നോർ ചെയ്യുക? എൻ്റെ ഗ്രാൻഡ് ഡോട്ടറിനെ സേവ് ചെയ്യാൻ നിങ്ങളോട് സഹായം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തൊരു നാണക്കേടാ. പക്ഷേ ഇത് എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾ 18 വാട്ടർ വേവ്സിലും കൂടി എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടുതൽ ഡേഞ്ചറായി മാറും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ സേഫ്റ്റി തന്നെ ഞങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ കഴിയില്ല. വരൂ, എന്തായാലും നമുക്ക് പോവാം. പെട്ടെന്ന് തന്നെ ഡിവൈൻ ഫിസിഷ്യൻ തല വണങ്ങി നിന്നു. നിങ്ങളെൻ്റെ ഗ്രാൻഡ് ഡോട്ടറിനെ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എല്ലാ കാലത്തും സെർവ് ചെയ്യാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഇത് കേട്ടപ്പോൾ യോണിൻ്റെ ഫോളോവേഴ്സൊക്കെ ഒന്ന് ഞെട്ടി. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ആലോചിച്ചിട്ട്. ഡിവൈൻ ഫിസിഷ്യൻ്റെ കയ്യിൽ നിന്നുള്ള ലോയാലിറ്റിയോ? അതെന്തായാലും നമ്മുടെ മെയിൻ സെക്റ്റിന് ഒരു അഡ്വാൻറ്റേജാണ്. ഡിവൈൻ ഫിസിഷ്യനാണെങ്കിൽ അവിടെ തല കുനിച്ച് തന്നെ നിൽക്കുക, പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ യോൺ അവൻ്റെ ടെലികൈനസിസ് പവർ ഉപയോഗിച്ചിട്ട് ഡിവൈൻ ഫിസിഷ്യനെ പൊക്കി. നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഡിവൈൻ ഫിസിഷ്യന് സന്തോഷമായി. കാരണം ഗ്രാൻഡ് ഡോട്ടറിനെ സേവ് ചെയ്യാൻ പോകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. നീ പറഞ്ഞ ആ 18 വാട്ടർ വേവ്സിൽ ഒന്നിലേക്കാണ് ഇനി നമ്മൾ പോകാൻ നിൽക്കുന്നത്. അപ്പോഴാണ് അതെന്താ സംഭവം നമ്മളെ കാണിക്കുന്നത്. ബൈ ദ വേ മൈ ലോഡ്, ഒരു റിവർ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യെല്ലോ റിവറിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റുമാരുണ്ടെന്ന്. ഇത് ഞാനൊരു ട്രാവൽ ബുക്കിൽ വായിച്ചിട്ടുള്ളതാണ്. മാർഷൽ ആർട്സിൽ നിങ്ങൾ അവരെക്കാളും സുപ്പീരിയർ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ റിവറിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയോബോ അങ്ങനെ സ്വപ്നം കാണുകയാണ് യോണിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇയോബോങ്ങിനെ യോണ് വിളിക്കണതായിട്ട്. റിവറിലൂടെ പോണ മെർച്ചൻ്റ് ഷിപ്സിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുക, അല്ലാതെ ജസ്റ്റ് ക്രോസ് ചെയ്യണ സ്മാൾ ബോട്ട്സിനെ അല്ല. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച്. എനിക്ക് നിങ്ങളുടെ പേരറിയില്ല. വൈകിപ്പോയെങ്കിലും ഞാനത് നിങ്ങളോട് ചോദിക്കുകയാണ്. യോണൊന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ ചിയോൺ യോൺ. ചിയോൺ യോൺ, ഇത് നല്ല കേട്ടുപരിചയമുള്ള പേരാണല്ലോ. ചിയോൺ യോണോ? ഡിമോണിക് കൾട്ടിൻ്റെ പുതിയ ലീഡറോ? ഓ മൈ, ഡിമോണിക് കൾട്ടത്തെ ലീഡറിനാണോ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഞാൻ പറഞ്ഞത്? പിന്നെ നമ്മളെ കാണിക്കുന്നത് യോണും അവൻ്റെ ഫോളോവേഴ്സും കാട്ടിലൂടെ അങ്ങനെ പോണതാണ്. എൽഡർ യാങ്, ഈ ഡ്രാഗൺ ടൈഗർ ക്ലോ എവിടെയാണുള്ളത് നിങ്ങൾക്കറിയോ? എന്നോട് ക്ഷമിക്കണം, എനിക്കത് അറിയില്ല. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? 18 വാട്ടർ വേവ്സിൽ ഓരോന്നിനും നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറി ചെയ്യേണ്ട മൈലോഡ്. ഈ ജോഗ്രഫിയൊന്നും എനിക്കറിയില്ല, പക്ഷേ അതറിയുന്ന ഒരാളെ എനിക്കറിയാം. പിന്നെ നമ്മളെ കാണിക്കുന്നത് വേറെ ഏതോ ടീം കാട്ടിലൂടെ അങ്ങനെ പോണതാണ്. മാസ്റ്റർ, 3 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ അബാൻഡൻഡ് സ്വോർഡ് വാലിയാണ്. പെട്ടെന്നാണ് അവരുടെ നേതാവ് എന്തോ ഒന്ന് സെൻസ് ചെയ്ത് അവിടെ നിന്നത്. മാസ്റ്റർ, എന്താ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യമാണോ? എനിക്ക് ബ്ലഡ് സ്മെല്ല് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവരാണെങ്കിൽ ആ ബ്ലഡിൻ്റെ സ്മെല്ല് വന്ന വഴിയിലൂടെ പോയി കൊണ്ടിരിക്കുക. പിന്നെയും ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവരെന്തോ ഒന്ന് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുക. നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ കുറേ സ്വോർഡ് ട്രൈസസ് ഉണ്ട്. ഈ സ്വോർഡ് ട്രൈസിൽ ബാക്കിയുള്ള കീ കൺസിഡർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എവല്യൂഷണറി റെലമിലുള്ള എക്സ്പേർട്സാണ് ഇവിടെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ, ഇവിടുത്തെ ഗ്രൗണ്ട് എന്തോ സ്ട്രേഞ്ച് ആയിട്ടുണ്ട്. ഈ മണ്ണ് എന്തിനോ കവർ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. എല്ലാവരും അത് ഡിഗ് ചെയ്യാൻ നോക്ക്. യെസ് സാർ, ആ മണ്ണ് മൊത്തം ഡിഗ് ചെയ്തു. അപ്പോൾ എന്തോന്ന് കണ്ടിട്ട് അവർ ഞെട്ടി. ഇത് മുറിഞ്ഞ കയ്യും കാലും. ഇത് വുഡാങ് സെക്റ്റുകാരുടെ ക്ലോത്താണല്ലോ. ഇത് വുഡാങ് ബ്ലേഡ് വൈസ് വണ്ണാണ്. ഈ ഏരിയ എല്ലാവരും ഒന്ന് നല്ലോണം ഇൻസ്പെക്റ്റ് ചെയ്യാൻ നോക്ക്. യെസ് സാർ. വുഡാങ് സെക്റ്റത്തെ എൽഡറും ഹൈഡ്രേത്തൊരു മെമ്പറുമായിട്ടുള്ള ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനൊരു വിധി വന്നത്? എന്തോ കാര്യമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അബാൻഡൻഡ് സ്വോർഡ് വാലിക്ക് എത്തണം. മാസ്റ്റർ, ഇവിടെ എന്തോ മാർക്കിംഗ് ഉണ്ട്. ഇത് നമ്മുടെ സിമ്പലാണ്. പെട്ടെന്ന് തന്നെ ആ മരത്തിൻ്റെ മേലേക്ക് അവരുടെ ഒരു ഗാർഡ് കയറി. മരിക്കണിന് മുന്നേ അവനിത് ഹൈഡ് ചെയ്ത് വെച്ചേക്കാവുന്ന എനിക്ക് തോന്നുന്നത്. ആ ഗ്രൂപ്പ് ലീഡറാണെങ്കിൽ ആ ബുക്ക് തുറന്ന് നോക്കാൻ തുടങ്ങി. ഓ, അപ്പോൾ വുഡാങ് ബ്ലേഡ് അവൻ്റെ ജീവൻ കൊടുത്ത് ഹൈഡ് ചെയ്ത് വെച്ച ഇതാണല്ലേ. നോക്കുമ്പോൾ അതാണ് ഡിവൈൻ ഫിസിഷ്യനൊക്കെ തിരഞ്ഞു നടന്നിരുന്ന ബുക്ക്, സുപ്രീം മാർഷൽ ഫിസിക്ക് എത്താനുള്ള വഴി. അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവർക്കും ബൈ ബൈ.